ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് സ്റ്റഡി നോട്ട് 4, അതായത് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റഡി നോട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലം ഏരിയകളുള്ള ഒരു സ്റ്റഡി നോട്ടാണിത്. ഒന്ന് കോസ്റ്റ് ഷീറ്റ്, രണ്ട് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ചിലപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു പ്രോബ്ലമാണ്. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ കോസ്റ്റ് ഷീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം ചോദിക്കുക. എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വളരെ ബേസ് ലെവൽ തൊട്ടുള്ള പ്രോബ്ലംസ് മുതൽ നമ്മൾ ചെയ്യിപ്പിച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും എന്നോടൊപ്പം ചെയ്യുക. അത്യാവശ്യം കോസ്റ്റ് ഷീറ്റ് നിങ്ങൾക്ക് പക്കയാക്കുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇവിടെ തിയറീസിനൊന്നും വളരെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. പ്രോബ്ലത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. തിയറി ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യുന്നത് മുഖേന നിങ്ങൾക്കിത് മനസ്സിലാകും, എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഞാൻ കുറച്ച് ബേസ് ലെവൽ പ്രോബ്ലംസ് ആണ് ആദ്യമായിട്ട് ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മിനിറ്റ് സമയം തരാം, വേഗം എഴുതുക. 2 മിനിറ്റ് സമയം തരാം, പെട്ടെന്ന് എഴുതുക. നമുക്ക് ഒന്നിച്ച് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ട് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതായി പോകും. ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യനും ആൻസറും ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ് കാണുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടായെന്ന് വരില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ സമയമാകുമ്പോൾ ഒന്നുകൂടെ എടുത്ത് നോക്കേണ്ടി വരും, ക്ലാസ് എടുത്ത് നോക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് എന്നോടൊപ്പം ഒന്നിച്ച് ചെയ്യുക. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യമാണിത്. ഡയറക്റ്റ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും തരിക. സോ അത് തന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. ഇത്രയും ഡാറ്റാസ് ഉപയോഗിച്ച് നമ്മളോട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഷീറ്റ് ഒരു പ്രശ്നവുമില്ല, എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പറയുക. വേഗം എഴുതിക്കോ. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ എഴുതിയെങ്കിൽ കോസ്റ്റ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. പർട്ടിക്കുലേഴ്സും 2 എമൗണ്ട് കോളം. ഇവിടെ ഒരു എമൗണ്ട് കോളേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് 2 എമൗണ്ട് കോളം കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പൊ നിങ്ങൾ 2 എമൗണ്ട് കോളം തന്നെ കൊടുത്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക കേട്ടോ. എലമെന്റ്സ് ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലേഴ്സ് എന്ന് കൊടുക്കുക. ഇവിടെ ഒരു എമൗണ്ട് കോളം, ഇവിടെ ഒരു എമൗണ്ട് കോളം. കോസ്റ്റ് ഷീറ്റിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനുണ്ടാകുന്ന പ്രൈം കോസ്റ്റ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്യുക. പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ ആ ഒരു പ്രൊഡക്റ്റിന് മേൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെലവാക്കേണ്ട എമൗണ്ടുകളുണ്ട്. അതായത് മെറ്റീരിയൽസ് വേണം, അത് പണിയാൻ ആൾക്കാർ വേണം, അല്ലാതുള്ള ചില ഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട് അല്ലെ, നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എക്സ്പെൻസുകളുണ്ട്. ഈ നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എക്സ്പെൻസുകളെ മൂന്നിനെയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രൈം കോസ്റ്റ് കിട്ടുക. ഇപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽസ് 1,12,000, ഡയറക്റ്റ് ലേബർ 36,000, ഡയറക്റ്റ് എക്സ്പെൻസ് 22,000. ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഫോർമാറ്റ് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഫോർമാറ്റിന് ഉൾപ്പെടെ മാർക്കുള്ളതാണ്. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ട്ലി ഉണ്ടാവുന്ന ചെലവുകളെല്ലാം കൂടെ കൂട്ടി പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു.
അതിനോടൊപ്പം ഇനി ആഡ് ചെയ്യേണ്ടത് ഫാക്ടറി ഓവർഹെഡ് ആണ്. അതായത് ഒരു ഫാക്ടറിക്കുള്ളിൽ ഉണ്ടാവുന്ന ഓവർഹെഡ് അല്ലെങ്കിൽ എക്സ്പെൻസസ് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ പറയുക. ഫാക്ടറിക്കുള്ളിൽ ഉണ്ടാവുന്ന ഓവർഹെഡുകൾ അല്ലെങ്കിൽ എക്സ്പെൻസുകൾ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. തന്നിട്ടുണ്ട് ഒരു 20,000. സോ ആ 20,000 നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈം കോസ്റ്റിനോടൊപ്പം ആഡ് ചെയ്യുക. ഫാക്ടറി ഓവർഹെഡിനോടൊപ്പം പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർഹെഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ കണ്ടുപിടിക്കേണ്ട ഒരു ഐറ്റം ആണ് വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതും നമുക്ക് കിട്ടി 1,90,000. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വർക്ക്സ് കോസ്റ്റിനോടൊപ്പം നിങ്ങൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓവർഹെഡുകൾ ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓവർഹെഡ് എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുക. അത് ആഡ് ചെയ്യുക. വർക്ക്സ് കോസ്റ്റിനോടൊപ്പം അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും 2,26,000. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? ജസ്റ്റ് കോസ്റ്റ് ഷീറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സെയിൽസോ പ്രോഫിറ്റോ ഒന്നും കണ്ടുപിടിക്കാൻ പറയുന്നില്ല. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് മാത്രം, ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപ ചെലവാകുന്നു എന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഒന്നുകൂടെ പറയാം, കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഡയറക്ട്ലി ഉണ്ടാകുന്ന ഡയറക്ട് മെറ്റീരിയൽസ്, ലേബർ, എക്സ്പെൻസ് തുടങ്ങിയവ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എല്ലാ പ്രോബ്ലത്തിലും ഈ 3 കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഉണ്ടാവുള്ളൂ. ചിലപ്പം മെറ്റീരിയലും എക്സ്പെൻസും ആയിരിക്കും ഉണ്ടാവുക, ലേബർ ഉണ്ടാവില്ല. ഉള്ളത് ആഡ് ചെയ്താൽ മതി. ഉള്ളത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറിക്കുള്ളിൽ ഉണ്ടാവുന്ന എക്സ്പെൻസുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക്സ് കോസ്റ്റ് കിട്ടും. വർക്ക്സ് കോസ്റ്റിനോടൊപ്പം ഓഫീസിനകത്തുണ്ടാകുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം സെല്ലിങ്ങുമായിട്ടോ ഡിസ്ട്രിബ്യൂഷനുമായിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഓവർഹെഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ആ ഒരു പ്രൊഡക്റ്റിന് എത്ര രൂപ, ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപ നമുക്ക് ചെലവായിട്ടുണ്ട്? 2,50,000 രൂപ ചെലവായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊരു സിമ്പിൾ ഫോർമാറ്റ് ആണ്. സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസ് ലെവൽ കോസ്റ്റ് ഷീറ്റ് ആണിത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോ നിങ്ങൾ. ഇത് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് പെട്ടെന്ന് നിങ്ങളൊന്ന് എഴുതിയെടുത്തേ. വേഗം എഴുതിയെടുത്തോ. ഇതൊക്കെ ചോദിക്കാൻ വകുപ്പുള്ള തരം ചോദ്യങ്ങളാണ് കേട്ടോ. ഒരു 3 മിനിറ്റ് സമയം തരാം, വേഗം എഴുതിയെടുത്തു. ഇത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഷീറ്റ് ആണ് കേട്ടോ. കുറച്ചുകൂടെ ഏറെ കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷനിൽ വരുന്നുണ്ട്. പറഞ്ഞുതരാം എന്താണെന്നുള്ളത്.
യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഷോയിങ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. കോസ്റ്റും പ്രോഫിറ്റും കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കോസ്റ്റും പ്രോഫിറ്റും കൂടെ കാണിക്കണം. ഓക്കെ, നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് അറിയാമല്ലോ. പർട്ടിക്കുലേഴ്സ്, 2 എമൗണ്ട് കോളം. ഓക്കെ, സോ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. എഴുതിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കുക. ബാക്ക്വേർഡ് അടിച്ചിട്ട് ഒന്നുകൂടെ പെട്ടെന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാ നമുക്ക് ചെയ്യാം. ഇവിടെ പർട്ടിക്കുലേഴ്സും 2 എമൗണ്ട് കോളം അവർ വരച്ചിട്ടുണ്ട്. ഭാരത് മാനുഫാക്ചറിംഗ് കമ്പനിയുടെയാണ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2018. ഓക്കെ, നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ ആദ്യം കണ്ടുപിടിക്കേണ്ട ഐറ്റം എന്താണ്? പ്രൈം കോസ്റ്റ് ആണ് അല്ലെ. പ്രൈം കോസ്റ്റ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആഡ് ചെയ്യേണ്ടത്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആയിരുന്നു അല്ലെ. ഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ തന്നിട്ടുണ്ടോ നോക്കിയേ. ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ടോ നോക്കിയേ. തന്നിട്ടില്ല. ഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ ഡയറക്ട്ലി നമുക്ക് തന്നിട്ടില്ല. നമുക്ക് റോ മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും റോ മെറ്റീരിയലിന്റെ ക്ലോസിംഗ് സ്റ്റോക്കും റോ മെറ്റീരിയലിന്റെ പർച്ചേസുമാണ് തന്നിരിക്കുന്നത്. റോ മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും റോ മെറ്റീരിയലിന്റെ പർച്ചേസും റോ മെറ്റീരിയലിന്റെ ക്ലോസിംഗ് സ്റ്റോക്കുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പണിംഗ് സ്റ്റോക്കിനോടൊപ്പം പർച്ചേസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് കുറയ്ക്കുക. ഓപ്പണിംഗ് സ്റ്റോക്കിനോടൊപ്പം, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 1/1/2018 എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ആണ്. 30,000 പർച്ചേസ് ആയിട്ടുള്ള 4,50,000 ആഡ് ചെയ്യുക, ക്ലോസിംഗ് ആയിട്ടുള്ള 25,000 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. കണ്ടോ? ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടിയാണ്ടോ? 4,55,000 നമുക്ക് കിട്ടി. 4,55,000 ഡയറക്റ്റ് മെറ്റീരിയൽ. പിന്നുള്ളത് എന്താണ്? ഡയറക്റ്റ് വേജ് ഉണ്ടോ എന്ന് നോക്കിയേ. ഇത് കണ്ടല്ലോ നിങ്ങളല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിന്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രമാണോ? അല്ല, ഡയറക്റ്റ് വേജും അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്യണം. ഇവിടെ ഡയറക്റ്റ് വേജോ അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ എന്നോ വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ട്, ഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് വേജ് നമ്മൾ എന്ത് ചെയ്യുക? പുറത്തെഴുതി. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ? ഇല്ല. സോ അത് എഴുതേണ്ട കാര്യമില്ല. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓവർഹെഡുകളാണ്. ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എക്സ്പെൻസുകളാണ് അല്ലെ. ആണല്ലോ. സോ ഫാക്ടറി ഓവർഹെഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്. 92,000 രൂപ തന്നിട്ടുണ്ട്. സോ 92,000 നിങ്ങൾ എഴുതുക. ഇവിടെ അത് പുറത്താണ് എഴുതിയിരിക്കുന്നത്. അതിന് ചെറിയൊരു കളിയുണ്ട്. നിങ്ങളിത് അകത്തെ എമൗണ്ട് കോളത്തിൽ എഴുതുക. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. 92,000 അകത്തെ എമൗണ്ട് കോളത്തിൽ എഴുതുക. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുന്ന സമയത്ത്, പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ക്വസ്റ്റ്യനിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണം. ഏതിന്റെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. തന്നിട്ടുണ്ടെങ്കിൽ ഫാക്ടറി ഓവർഹെഡിനോടൊപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള 12,000 ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള 15,000 എന്ത് ചെയ്യുക? ലെസ് ചെയ്യുകയും ചെയ്യുക. പറഞ്ഞ മനസ്സിലായോ? അപ്പോ പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർഹെഡ് ആയിട്ടുള്ള 92,000 ആഡ് ചെയ്യുക. വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് 12,000 ആഡ് ചെയ്യുക. വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ക്ലോസിംഗ് 15,000 എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
വർക്സ് കോസ്റ്റ് കിട്ടും. 7,74,000. പറഞ്ഞ മനസ്സിലായോ? പ്രൈം കോസ്റ്റിനോടൊപ്പം നിങ്ങൾ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് വർക്സ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. പക്ഷേ ഫാക്ടറി ഓവർഹെഡിനോടൊപ്പം അവര് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഫാക്ടറി ഓവർഹെഡിനോടൊപ്പം ആഡ് ചെയ്യുക. പ്രൈം കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ്, അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് അതോടൊപ്പം ആഡ് ചെയ്യുക. വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ക്ലോസിംഗ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7,74,000 കിട്ടും കേട്ടോ. വർക്സ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ് ആഡ് ചെയ്യേണ്ടത്? അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓവർഹെഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസിനകത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ. ക്വസ്റ്റിനിൽ പറയുന്നുണ്ടോ എന്ന് നോക്കിയേ. ക്വസ്റ്റിനിൽ പറയുന്നുണ്ടോ എന്ന് നോക്കിയേ. ഓഫീസ് ഓവർഹെഡ് ദാ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കിടക്കുന്നു 30,000. സോ 30,000 ആഡ് ചെയ്തു. 30,000 ആഡ് ചെയ്തു. ദാ ആഡ് ചെയ്തു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. എത്രയാ? 8,04,000. വർക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിനോടൊപ്പം നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടി? അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. 8,04,000. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്താണ് ചെയ്തത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്തു. എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിച്ചു അല്ലെ? പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പരിശോധിക്കുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും കിടക്കുന്നു. ക്വസ്റ്റ്യൻ പരിശോധിക്കുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും കിടക്കുക. അപ്പൊ നമുക്ക് എക്സ്ട്രാ ഒരു ഐറ്റം കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഒരു ഐറ്റം കൂടെ കണ്ടുപിടിക്കേണ്ടി വരികയാണ്. ഏതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതെങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുക. എല്ലാത്തിന്റെയും കൂടെ ഓപ്പണിംഗ് ആഡ് ചെയ്ത് ക്ലോസിംഗ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്ത് ക്ലോസിംഗ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പുതിയൊരു ഐറ്റം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. 8,09,000. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ വേണം എന്ത് ചെയ്യാൻ? ഇനിയും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യാൻ. 20,000 ആഡ് ചെയ്യാൻ. അപ്പൊ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. കണ്ടോ? കണ്ടോ? സെയിൽസ് കിട്ടി. ടോട്ടൽ കോസ്റ്റ്, സോറി സെയിൽസ് അല്ല, ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. നമ്മളോട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. സെയിൽസിന്റെ എമൗണ്ട് ഡയറക്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലെ? സെയിൽസിന്റെ എമൗണ്ട് 9 lakh തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ പ്രോഫിറ്റ് എഴുതാൻ, പ്രോഫിറ്റ് നടുക്ക് എഴുതാനുള്ള ഒരു സ്പേസ് വിട്ടിട്ട്, ഒരു സ്പേസ് ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് താഴെ സെയിൽസ് എഴുതുക. എത്ര? 9 ലക്ഷം. 9 ലക്ഷം. അപ്പൊ സെയിൽസും നമ്മുടെ കയ്യിലുണ്ട്, ടോട്ടൽ കോസ്റ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കരുതോ? ഇത് തമ്മി മൈനസ് ചെയ്താൽ പോരെ? 71,000 രൂപ വരും. 71,000 രൂപ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനുണ്ടാകുന്ന ചെലവ് 8,29,000 രൂപ. അതേ എമൗണ്ടിനായിരിക്കും നിങ്ങൾ വിൽക്കുക? ആ പ്രൊഡക്റ്റ് അതേ എമൗണ്ടിന് തന്നെയാണോ നിങ്ങൾ വിൽക്കുക? അല്ല. നിങ്ങൾ അതിനോടൊപ്പം പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് അതിന് വില നിശ്ചയിക്കുക അല്ലെ? സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ആ പ്രോഫിറ്റ് എത്രയാണ്? 71,000 രൂപയാണ്. എന്നിട്ട് എത്ര രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്? 9 ലക്ഷം രൂപയ്ക്ക്. കണ്ടോ? ഇതാണ് സംഭവം. മനസ്സിലായോ പ്രോബ്ലം? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ചെയ്തോ ചെയ്യാത്തവരുണ്ടെന്നെങ്കിൽ ചെയ്തോ. നമുക്ക് ഇലിസ്ട്രേഷൻ 7 ഒന്നും എഴുതണ്ട. ഇലിസ്ട്രേഷൻ എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ക്വസ്റ്റൻ എന്ന് എഴുതിയാൽ മതി. വേഗം ഈ ക്വസ്റ്റൻ അങ്ങ് എഴുതിക്കോ. നല്ലൊരു ക്വസ്റ്റൻ ആണ്, വലിയ ക്വസ്റ്റൻ ആണ്. വേഗം ഒന്ന് എഴുതിക്കേ.
3 മിനിറ്റ്സ് സമയം തരാം, വേഗം എഴുതിക്കോ. കുറച്ചേറെ ഐറ്റംസ് ഉണ്ട്, പേടിക്കൊന്നും വേണ്ട, സാധനം സിമ്പിളാ. എല്ലാം കണ്ടുപിടിക്കണം. നെറ്റ് പ്രോഫിറ്റും ടോട്ടൽ കോസ്റ്റും സെയിൽസും. സെയിൽസ് എനിക്കൊന്ന് കോസ്റ്റിൽ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സെയിൽസ് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസും കണ്ടുപിടിക്കണം, പ്രോഫിറ്റും കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളിതാ ഇതേ രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് വരച്ചേ, കോസ്റ്റ് ഷീറ്റ് വരച്ചേ. പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് കോസ്റ്റ്, 2 എമൗണ്ട് കോളം. കണ്ടോ, ഇവിടെയും ഈ ക്വസ്റ്റനിലും ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ക്ലോസിങ്ങും അതോടൊപ്പം ക്യാരേജ് ഓൺ പർച്ചേസും തന്നിട്ടുണ്ട്. ക്യാരേജ് ഓൺ പർച്ചേസ് എന്താ ചെയ്യേണ്ടത്? ക്യാരേജ് ഓൺ പർച്ചേസസ് ആഡ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. പുതിയൊരു ഐറ്റം പഠിച്ചല്ലോ. ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. പിന്നെ ക്വസ്റ്റ്യനിൽ ഉള്ളത് ഡയറക്റ്റ് ലേബർ ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ ഇല്ല. സോ നമ്മൾ ഡയറക്റ്റ് ലേബർ 1,26,000 എഴുതി പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു 3,32,950. പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വർക്ക്സ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറിക്കുള്ളിൽ ഉണ്ടാകുന്ന ഫാക്ടറി ഓവർഹെഡുകൾ അല്ലെങ്കിൽ
ഫാക്ടറി എക്സ്പെൻസുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫാക്ടറി കോസ്റ്റ്, അല്ലെങ്കിൽ ഇതിനെ ഫാക്ടറി കോസ്റ്റ് എന്നും പറയാം കേട്ടോ. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് കിട്ടുക. നോക്കിയേ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നോക്കുക, ഏതൊക്കെയാണ് ഫാക്ടറി ഓവർ ഹെഡുകളിൽ വരുന്നത്? നോക്കിയേ, ഫാക്ടറി റെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫാക്ടറി റെന്റ് ഉണ്ടോ നോക്കിയേ. ഫാക്ടറി റെന്റ് എവിടെ വരുന്നതാണ്? ഫാക്ടറി ഓവർ ഹെഡിൽ വരുന്നതാണ് അല്ലെ. പിന്നെ ഡ്രോയിങ് ഓഫീസ് സാലറി. ഡ്രോയിങ് ഓഫീസ് സാലറി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എവിടുത്തെയാണെന്ന്? ഓഫീസ് ഓവർ ഹെഡിലെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിലെ ആണെന്ന് വിചാരിക്കും അല്ലെ. വിചാരിക്കും. ഡ്രോയിങ് ഓഫീസ് സാലറി എവിടുത്തെയാ? ഫാക്ടറി ഓവർ ഹെഡിൽ വരുന്നതാണ് കേട്ടോ. സോ ഡ്രോയിങ് ഓഫീസ് സാലറി നിങ്ങൾ ഫാക്ടറി ഓവർ ഹെഡിൽ എഴുതുക. അപ്പൊ ഫാക്ടറി റെന്റ് ആയി, ഡ്രോയിങ് ഓഫീസ് സാലറി ആയി. പ്ലാന്റിന്റെ റിപ്പയേഴ്സ് ഒക്കെ എവിടെയാ വരുന്നത്? പ്ലാന്റിന് റിപ്പയേഴ്സ് കൊടുക്കുന്നതിൽ എക്സ്പെൻസ് ഉണ്ടാകുന്നത് എവിടെയാ? ഓഫീസിനകത്താണോ? അല്ല, ഫാക്ടറിയിലാണ് അല്ലെ. റിപ്പയേഴ്സ് ഓൺ പ്ലാന്റ് ആൻഡ് മിഷനറി 4450 എവിടെയാ വരുന്നത്? ഫാക്ടറി ഓവർ ഹെഡിലാണ് വരുന്നത്. ഫാക്ടറിയിലാണ് പ്ലാന്റ് ഇരിക്കുന്നത്. പ്ലാന്റിലുള്ള ഫാക്ടറിയിലാണ് റിപ്പയർ ചെയ്യാൻ പോകുന്നത് അല്ലെ. സോ അത് വരേണ്ടത് എവിടെയാണ്? ഫാക്ടറി ഓവർ ഹെഡിലാണ്. ഡിപ്രീസിയേഷൻ, പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടോ? 6500 ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടോ നോക്കിയേ. ദാ പ്ലാന്റ് ആൻഡ് മിഷനറി എവിടെ ഇരിക്കുന്നത്? ഫാക്ടറിയിലാണ് ഇരിക്കുന്നത്. സോ അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡിലാണ് കാണിക്കേണ്ടത്. പിന്നെ ഫാക്ടറിയിലെ ഗ്യാസ് ആൻഡ് വാട്ടർ ഒരു 1200 ഉണ്ട്. 1200 ഫാക്ടറിക്കുള്ളിൽ ഗ്യാസും വാട്ടറും ഒക്കെ വേണം, അതിന് ചെലവുണ്ട്. അതിന്റെ ഗ്യാസ് വാട്ടർ ഫാക്ടറിയിലെ എടുക്കുക. ഫാക്ടറിയിലെ 1200 കണ്ടോ. പിന്നെ മാനേജേഴ്സിന്റെ സാലറിയെ പറ്റി ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാരെ, മാനേജേഴ്സിന്റെ സാലറി 10,000 ആണ് മൊത്തം. അതിൽ 4/3 ഭാഗം ഫാക്ടറിക്കകത്തെയാ. അതായത് 10,000ന്റെ 4/3 ഭാഗം. 10,000ന്റെ 4/3 ഭാഗം എന്ന് പറയുമ്പോൾ 10,000 ഇൻറ്റു 3/4 എന്ന് പറയുമ്പോൾ എത്ര വരും? 7,500 ആണ് ഫാക്ടറിക്കകത്തെ കേട്ടോ. മാനേജേഴ്സിന്റെ സാലറി ഫാക്ടറിക്കുള്ളിലെ എത്രയാണ്? 7,500. സോ പ്രൈം കോസ്റ്റിനോടൊപ്പം ഇത്രയും ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക്സ് കോസ്റ്റ് കിട്ടും. വർക്ക്സ് കോസ്റ്റ് 3,67,600. വർക്ക്സ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത കണ്ടുപിടിക്കേണ്ട എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അല്ലെ. വർക്ക്സ് കോസ്റ്റിനോടൊപ്പം അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് അല്ലെങ്കിൽ ഓഫീസ് ഓവർ ഹെഡുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടെന്ന് നോക്കി. നമുക്ക് മാനേജേഴ്സിന്റെ സാലറി വേണമെങ്കിൽ ആദ്യം എഴുതാം. നമ്മളിപ്പോ അതിൽ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അല്ലെ. മാനേജേഴ്സിന്റെ സാലറി എത്രയായിരുന്നു? 10,000 ആയിരുന്നു. അതിന്റെ 4/3 ഭാഗം ആരുടെ ആയിരുന്നു? ഫാക്ടറിക്കകത്തെ ആയിരുന്നു. അപ്പം ബാക്കി 1/4 ആരുടെയാ? ഓഫീസിന്റെ അല്ലെ. സോ 2,500. 10,000ന്റെ 1/4 2,500 മാനേജേഴ്സിന്റെ ഓഫീസ് ഓവർ ഹെഡിൽ വരുന്നതാണ്. ഓക്കെ. ജനറൽ എക്സ്പെൻസ് ഉണ്ടാകുന്നത് എവിടെയാണ്? 3,400 ഓഫീസ് ഓവർ ഹെഡിലാണ് ജനറൽ എക്സ്പെൻസ് ഉണ്ടാകുന്നത്. അതുപോലെ ഗ്യാസ് ആൻഡ് വാട്ടർ ഓഫീസിലെ പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ട്. നോക്കിയേ, ഗ്യാസ് ആൻഡ് വാട്ടർ ഓഫീസിനകത്തെ 400 പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്തു. പിന്നെ ഡയറക്ടേഴ്സ് ഫീ 6,000 പറയുന്നുണ്ട്. ഫർണിച്ചർ എവിടെ കിടക്കുന്നത്? ഫാക്ടറിക്കകത്താണോ? അല്ല, ഓഫീസിനകത്താണ് അല്ലെ. സോ അതിന്റെ ആ ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ എഴുതണ്ടേ? അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓവർ ഹെഡിലാണ് എഴുതേണ്ടത്. 300. ഓഫീസിന്റെ റെന്റ് 2,000. കൗണ്ടിംഗ് ഹൗസ് സാലറീസ് 12,600. ഇത്രയും കാര്യങ്ങളെല്ലാം ഓഫീസ് ഓവർ ഹെഡിൽ എഴുതുക. വർക്ക്സ് കോസ്റ്റിനോടൊപ്പം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓവർ ഹെഡുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് അതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത് എന്താണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് നോക്കി. ക്യാരേജ് ഔട്ട്വേർഡ് 4,300 എഴുതണം. ബാഡ് ഡെപ്സ് ഉണ്ടെങ്കിൽ 6,500 എഴുതണം. ട്രാവലിംഗ് എക്സ്പെൻസ് 2,100 എഴുതണം. ട്രാവലേഴ്സ് സാലറി 7,700 എഴുതണം. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം ഇത്രയും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. 4,15,400
ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. സെയിൽസ് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടോ? സെയിൽസ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടോ നോക്കുക. സെയിൽസ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടല്ലോ, 4,61,100. സോ പ്രോഫിറ്റ് എഴുതാൻ സ്ഥലം വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സെയിൽസ് താപ്പോട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോ 4,15,000 രൂപ, 4,15,400 രൂപ വില വരുന്ന സാധനം പ്രോഫിറ്റ് 45,700 രൂപയും കൂടെ ആഡ് ചെയ്ത് 4,61,100 രൂപയ്ക്ക് വിൽക്കുകയാണ്. അതാണ് സംഭവം. ക്ലിയർ ആയോ? എല്ലാം ചെയ്തോ? 2 മിനിറ്റ് സമയം തരാം, വേഗം ചെയ്തേ. ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു ഉറക്കവും വരുന്നുണ്ട് കേട്ടോ. ഉറങ്ങത്തൊന്നുമില്ല, ക്ലാസ്സിനെ അത് അഫക്ട് ചെയ്യത്തുമില്ല കേട്ടോ. ആയിക്കോട്ടെ, അങ്ങോട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. നല്ല മഴക്കോളുണ്ട്. ലൈറ്റ് അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. അടുത്ത ഒരു വെറൈറ്റി ആണ്. ഈ ക്വസ്റ്റ്യൻ വേഗം ഒന്ന് എഴുതിക്കേ. എ ഫാക്ടറി പ്രൊഡ്യൂസ്ഡ് 100 യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. വേഗം എഴുതിക്കും. ചെറിയ ക്വസ്റ്റ്യൻ അല്ല, പെട്ടെന്ന് എഴുതും. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഷീറ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഷീറ്റ് ആണ്. ഈ ഒരു സെന്റൻസ് മാത്രമാണ് ഇവിടെ നമ്മളെ കുഴപ്പിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇഫ് പ്രോഫിറ്റ് ഓഫ് 20%, 25% ഓൺ സെയിൽസ് ഈസ് ടു ബി റിയലൈസ്ഡ്, വാട്ട് വുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി? ഒരു പ്രശ്നമില്ല, നിങ്ങൾ ആദ്യം ആ കോസ്റ്റ് ഷീറ്റ് അങ്ങോട്ട് വരയ്ക്കുക. പെർ യൂണിറ്റ് കോളം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പെർ യൂണിറ്റ് കോളം കൂടെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. പെർ യൂണിറ്റ് കോളം. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്.
100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പെർ യൂണിറ്റിന് എത്രയാണെന്നുള്ളതും കൂടെ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പെർ യൂണിറ്റും കൂടെ എഴുതിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. ആദ്യം പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കണം. പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് വേജ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. 10,000 നമ്മൾ എന്ത് ചെയ്യുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരെണ്ണത്തിന്റെ വാല്യൂ കിട്ടും. എത്രയാ? 100. അതുപോലെ 5,000 നമ്മൾ എന്ത് ചെയ്യുക, 100 കൊണ്ട്, 100 യൂണിറ്റ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫാക്ടറി, ദാ നോക്ക്. സോ ഈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അപ്പൊ നമുക്ക് പെർ യൂണിറ്റ് കിട്ടും. അതുപോലെ 1000 ഡിവൈഡ് ബൈ 100 കേട്ടോ, അങ്ങനെയാ ചെയ്യേണ്ടത്. അതുപോലെ ഇങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. എത്രയാ? 16,000 രൂപ. പ്രൈം കോസ്റ്റിനോടൊപ്പം നമ്മൾ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുന്നു, 6,500 ആഡ് ചെയ്യുന്നു. വർക്സ് കോസ്റ്റ് കിട്ടുന്നു 22,500. വർക്സ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വർക്സ് കോസ്റ്റിനോടൊപ്പം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓവർഹെഡ് നമ്മൾ ആഡ് ചെയ്യും, 3,480 രൂപ ആഡ് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 25,980 കിട്ടുന്നു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ക്വസ്റ്റിനിൽ ഇല്ലാത്തത് കൊണ്ട് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് എടുക്കാം. പറഞ്ഞ മനസ്സിലായോ? സാധാരണ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്തായിരുന്നു കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇല്ല, അതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. പ്രോഫിറ്റിന്റെ കാര്യം എന്താ അവരവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കിയേ. സെയിൽസ് തന്നിട്ടില്ല കേട്ടോ, സെയിൽസ് നമുക്ക് അവൈലബിളും അല്ലേ, അത് നിങ്ങൾ നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണേ. സെയിൽസ് നമുക്ക് തന്നിട്ടില്ല. അവർ പറഞ്ഞിരിക്കുകയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിന്റെ 25%. കണ്ടോണേ, നോക്കിക്കോണേ. സെയിൽസ് നമുക്ക് തന്നിട്ടില്ല, സെയിൽസ് തരാതെ അവർ പറയുകയാണ് സെയിൽസിന്റെ 25% പ്രോഫിറ്റ് എന്ന്. എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ വരുമ്പോ നമുക്ക് നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു 25 ഡിവൈഡ് ബൈ 75 ചെയ്യുക. പറഞ്ഞ മനസ്സിലായോ? സെയിൽസിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സെയിൽസ് തന്നിട്ടുമില്ല എങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? 25,980 ഇൻറ്റു 25. ക്വസ്റ്റ്യനിൽ എത്ര പെർസെന്റേജ് ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ഡിവൈഡഡ് ബൈ 100ൽ നിന്ന് ആ പെർസെന്റേജ് കുറയ്ക്കുക, 25 എന്ന് പറയുന്ന പെർസെന്റേജ് കുറയ്ക്കുക, 75 വരും. സോ 25,980 ഡിവൈഡ് ബൈ ഇൻറ്റു 25 ഡിവൈഡ് ബൈ 75 ചെയ്യുക. നേരെ മറിച്ച് ക്വസ്റ്റ്യനിൽ ഒരു 30% കിടക്കുന്നതെങ്കിലോ, ഇഫ് പ്രോഫിറ്റ് ഓഫ് 30% ഓൺ സെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലോ എങ്ങനെ ചെയ്യും? ഇൻറ്റു 30 ബൈ എത്ര വരും? 70 വരും. 40 ആണെങ്കിലോ 40 ബൈ 60 വരും. 15 ആണെങ്കിലോ 15 ബൈ പറഞ്ഞോ 85, 85, 95, 100 അല്ലേ? 85, 85, 10, 95, 5, 100 അല്ലേ? 100ൽ നിന്ന് 15 കുറച്ച 85, ശരിയാ. അങ്ങനെ വരും. ഇവിടെ നമ്മള് ആ രീതിക്ക് കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയാ പ്രോഫിറ്റ്? 8,660. അങ്ങനെയാണെങ്കിൽ സെയിൽസിന്റെ വാല്യൂ കണ്ടുപിടിക്കരുതോ? ഈ കോസ്റ്റിനോടൊപ്പം പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനോടൊപ്പം പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്താണ് നമ്മൾ സെയിൽസ് പ്രൈസ് നിശ്ചയിക്കുക, അല്ലേ? ശരിയല്ലേ? നിങ്ങളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, 25,000 രൂപ ചിലവായ, ആ 25,000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ? ഇല്ല. നിങ്ങൾ സർട്ടൻ പെർസെന്റേജ് എന്ത് ചെയ്യും? പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയോ, ഇലിസ്ട്രേഷൻ 12. ഇത് നിങ്ങൾ എഴുതിയെടുത്തോ, ചെയ്തോ? ഈ വർക്കിംഗ്സ് വേണം നിങ്ങൾക്ക് ചെയ്തിടാം കേട്ടോ.
അതങ്ങനെ ഇതൊന്നും ഇങ്ങനെയുള്ള വർക്കിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആ രീതിക്ക് അങ്ങ് പഠിച്ചാൽ മതി. ഇലിസ്ട്രേഷൻ 12 എഴുതിയെടുത്ത ഇലിസ്ട്രേഷൻ 12 ഹിന്ദുസ്ഥാൻ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. എഴുതിയെടുത്തോ? നേരെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഇവിടെ ഇതാ ഈ ഒരു സംഗതി മാത്രമേ ഉള്ളൂ നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിൽ കിടക്കുന്നത്. ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പീരും ഇല്ല. നമുക്ക് നോക്കാം. ഇവിടെയും കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10,000 ടോയ് കാർസ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കോസ്റ്റ് പെർ യൂണിറ്റ് കൂടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങൾ പർട്ടിക്കുലേഴ്സും ടോട്ടലും കോസ്റ്റ് പെർ യൂണിറ്റ് കോളം വരയ്ക്കുക. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രൈം കോസ്റ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യുന്നു, പ്രൈം കോസ്റ്റ് കിട്ടുന്നു. അതിന്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെ? 10,000 ഡിവൈഡ് ബൈ 10,000 അല്ലെ. അതുപോലെ 24,000 ഡിവൈഡ് ബൈ 10,000 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാണ് സീനില്ല. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്തു, പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു, പെർ യൂണിറ്റും കണ്ടുപിടിച്ചു അല്ലെ. പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വർക്സ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പ്രൈം കോസ്റ്റിനോടൊപ്പം എന്ത് ആഡ് ചെയ്താലാണ് വർക്സ് കോസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടുക? ഫാക്ടറി ഓവർഹെഡുകൾ, ഫാക്ടറി എക്സ്പെൻസുകൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെ. ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റിൽ തന്നിട്ടുണ്ടോ നോക്കി. ഫാക്ടറി ഓവർഹെഡ് പറഞ്ഞിരിക്കുന്നത് 80% ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നാ. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 24,000 ആയിരുന്നു, അതിന്റെ 80% ആണ്. 24,000ന്റെ 80% ആണ് എന്ത്? നമ്മുടെ കണ്ടോ ഫാക്ടറി കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റിനോടൊപ്പം നമ്മൾ ഫാക്ടറി കോസ്റ്റ് 19,200 ആഡ് ചെയ്യുന്നു, വർക്സ് കോസ്റ്റ് കിട്ടി 88,200. വർക്സ് കോസ്റ്റിനോടൊപ്പം എന്ത് ആഡ് ചെയ്താലാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുക? അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓവർഹെഡ് അല്ലെ. എന്താണ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓവർഹെഡിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്? 20% എന്തിന്റെ? വർക്സ് കോസ്റ്റിന്റെ. വർക്സ് കോസ്റ്റിന്റെ 20% അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. വർക്സ് കോസ്റ്റ് എത്രയാ? 88,200. അതിന്റെ 20%. കണ്ടോ, 88,200ന്റെ 20%. 17,640 ആഡ് ചെയ്യുന്നു, നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം ആഡ് ചെയ്യേണ്ടത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എത്രയാ പറഞ്ഞിരിക്കുന്നത്?
വർക്സ് കോസ്റ്റിന്റെ 10%, വർക്സ് കോസ്റ്റിന്റെ 10%, 88,200ന്റെ 10%. അപ്പൊ 88,20 വരും. സോ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് കിട്ടി എത്രയാ? 1,14,660. പിന്നെ എല്ലാം പെർ യൂണിറ്റും കൂടെ ഡിവൈഡ് ബൈ 10,000 ചെയ്താൽ കിട്ടും കേട്ടോ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നതല്ല. കണ്ടോ നിങ്ങള്? സോ പ്രോഫിറ്റിന്റെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. പ്രോഫിറ്റ് ഓഫ് 25% ഓൺ കോസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നമില്ല, കോസ്റ്റിന്റെ 25% എന്നാ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതിന്റെ 25% അങ്ങ് എടുത്താൽ മതി. എത്ര വരും? 1,14,660ന്റെ 25% എന്ന് പറയുമ്പോൾ 28,665 വരും. സോ കോസ്റ്റിനോടൊപ്പം നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യുന്നു? പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത് നമ്മൾ സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? സിമ്പിൾ അല്ലേ? പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, പ്രശ്നമില്ലല്ലോ. അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ അല്ലേ? സംശയം ഉണ്ടോ അതില്? ഈ സംശയത്തിനുള്ള വകുപ്പില്ല. ഈ പ്രോബ്ലം നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഇതിനകത്ത് ചെറിയൊരു സംഭവം, നമ്മൾ ഓൾറെഡി ചെയ്ത ടൈപ്പ് തന്നെ പ്രോബ്ലം ആണ്. ചെറിയൊരു സാധനം മാത്രം, ഈ ഒരു സാധനം. ഈ രണ്ട് കാര്യങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ബാക്കി രണ്ടും നിങ്ങൾ ബാക്കി എല്ലാം നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സെയിൽ ഓഫ് മെറ്റീരിയൽ സ്ക്രാപ്പ് എന്ത് ചെയ്യണം, സെയിൽ ഓഫ് ഫാക്ടറി സ്ക്രാപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നുമില്ല, ബാക്കി എല്ലാം സെയിം തന്നെ. നിങ്ങൾ ആ ഡയറക്റ്റ് മെറ്റീരിയൽ കാണുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതുപോലെ എന്താണ് ക്യാരേജ് ഉണ്ടെങ്കിൽ ക്യാരേജ്, പർച്ചേസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് കുറയ്ക്കില്ലേ? ക്ലോസിംഗ് കുറയ്ക്കുന്നതിനോടൊപ്പം മെറ്റീരിയലിന്റെ സ്ക്രാപ്പിന്റെ സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചേക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് പ്ലസ് ക്യാരേജ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെ? സോ മൈനസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ക്വസ്റ്റനിൽ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്തേക്കുക. ഏതാണ്? സെയിൽ ഓഫ് മെറ്റീരിയൽ സ്ക്രാപ്പ്. ഇനി സെയിൽ ഓഫ് ഫാക്ടറി സ്ക്രാപ്പ് എവിടെ വരുന്നത്? ഫാക്ടറി ഓവർഹെഡ് നിങ്ങൾ ആഡ് ചെയ്യത്തില്ലേ? പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർഹെഡ് നിങ്ങൾ ആഡ് ചെയ്യത്തില്ലേ? ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മൈനസ് ചെയ്യണം. എന്ത് മൈനസ് ചെയ്യണം? സെയിൽ ഓഫ് ഫാക്ടറി സ്ക്രാപ്പ് അങ്ങ് മൈനസ് ചെയ്തേക്കണം. വേറെ സീനൊന്നുമില്ല, സെയിൽ ഓഫ് ഫാക്ടറി സ്ക്രാപ്പ് മൈനസ് ചെയ്തേക്കാം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ രണ്ട് കാര്യങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ വരുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്തോളൂ കേട്ടോ. ഹോംവർക്ക് ചെയ്തോണേ. അതെ, ഹോംവർക്ക് ചെയ്ത് എനിക്ക് അയച്ചേക്കണേ. അയക്കാതിരിക്കരുത്. കറക്റ്റ് ആൻസർ കിട്ടണം. ആൻസർ കണ്ടല്ലോ നിങ്ങൾ? ആൻസർ വേണം, നോക്കിക്കോ. ആൻസർ കണ്ടല്ലോ. സെയിൽസ് 75,000 വരും, പ്രോഫിറ്റ് 15,000 വരും, ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് 60,000 വരും. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് ഇട്ട് തരാം. ആ ഹോംവർക്ക് വേറെ ഇത് കൂടാതെ വേറൊരു ഹോംവർക്ക് കൂടെ തരാം. അതുകൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ചെയ്ത് എനിക്ക് അയച്ചേക്കണേ. ഹോംവർക്ക് ആണേ.
മഴ പെയ്തു. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ 30,000, 25,000. ഈ 2019 ജാനുവരി 1 എന്ന് പറയുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് കേട്ടോ. 2019 ജൂൺ 30 എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കും കേട്ടോ, ക്ലോസിംഗും ആണ്, അത് ഓർത്തോണേ. WIP വർക്ക് ഇൻ പ്രോഗ്രസ് 12,000, 15,000. കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഓഫ് 60,000, 15,000. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 4,10,000. വേജസ് പെയ്ഡ് 2,30,000. ഫാക്ടറി ഓവർഹെഡ് 92,000. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 30,000. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് കുറുക്കിയാണ് എഴുതുന്നത്, സ്ഥലമില്ലാത്തതുകൊണ്ടാ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 20,000. സെയിൽസ് വന്നിട്ടുണ്ട് 9,00,000. എല്ലാം കണ്ടുപിടിക്കണേ. പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. ഇപ്പൊ 2 ഹോംവർക്ക് ഉണ്ട്, 2 ഹോംവർക്കും ചെയ്ത് നിങ്ങൾ എനിക്ക് അയച്ചു തരണം കേട്ടോ, അയക്കാതിരിക്കരുത്. ഒന്നുകൂടെ വേണേ തരാൻ തോന്നുന്നു അല്ലേ ഹോംവർക്ക്. ഇത്ര എഴുതിയോ? ഇത് എഴുതിയോ ഹോംവർക്ക്? ഇത് എഴുതിയെങ്കിൽ ഒരെണ്ണം കൂടെ തരാം ഞാൻ. മാക്സിമം ചെയ്ത് പഠിക്ക്. ക്വസ്റ്റ്യൻ എഴുതിയോ?
ഇരുട്ടിയല്ലോ. ഇത് എഴുതിയല്ലേ? ഒരു ക്വസ്റ്റിനും കൂടെ തുടച്ചിട്ട് എഴുതരാവേ. എഴുതിക്കോ. ഹോംവർക്ക് ആണേ. പെർ യൂണിറ്റും കൂടെ കണ്ടോണം ഇതിനകത്ത്, ഈ പ്രോബ്ലത്തിലെ. ഓക്കെ. അപ്പൊ അടുത്ത ദിവസം നമ്മൾ നമ്മുടെ ടെക്സ്റ്റിലെ കോസ്റ്റ് ഷീറ്റിന്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യും. അതുപോലെ റീകൺസിലേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററും കൂടെ, ചാപ്റ്റർ അല്ല, ഒരു ഏരിയയും കൂടെ പഠിച്ച് നമ്മൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് റെഗുലർ ബാച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഈ കോസ്റ്റ് ഷീറ്റിന്റെ ഇത്രയും പ്രോബ്ലംസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരിക. അതിനുശേഷം നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ ഇലുസ്ട്രേഷൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.